be educated, but I'm so frustrated. Hello to my loneliness. I guess that ignorance is bliss. Take me back to before I knew. Rewind, take it out of cue. Innocence can be a young man's game. Signed up for the hall of shame. I wish I knew how much I miss not knowing that we're all screwed when we play our roles and ignore the problems. I like to be away in my patience. Stay up, I feel so outdated. How can we look the other way? Sun is out, but the sky is gray. What would happen if I took a chance? It's always hard at first glance. I don't wanna, but I know I gotta do it. The truth is hard to swallow. I think I'll chew it. ഒരു ഞെട്ട് ഇതൊക്കെ കൂടി അരച്ച് മിക്സിയിൽ നല്ല സമമായിട്ട് അരച്ച് നല്ലോണം എടുത്തിട്ട് ഒരു ആവറേജ് കണ്ടിട്ടായിട്ട് എടുക്കുന്ന ഒരു മിക്സാണ് ഇപ്പോൾ ഈ നിങ്ങൾ കാണുന്ന ഈ കൂട്ട്, ഈ അരിപ്പെന്ന് പറയും നമ്മുടെ ഇതിൽ. അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട ഇതിനൊരു ഇത് വരുന്നത്. തേങ്ങാപ്പീര, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ജീരകം, വെളുത്തുള്ളി, വേപ്പില. അതിൽ വെളുത്തുള്ളി 2 ഇതളാണ് കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമ്മുടെ ഈ കുക്കറിലായി വെച്ചിരിക്കുന്ന നമ്മുടെ കണ്ടൻറ്റ് ചേർക്കുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നേരത്തെ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ്, അതേപോലെ തന്നെ നമ്മുടെ എരിശ്ശേരിക്ക് വേണ്ടി നമ്മളുണ്ടായിരിക്കുന്ന ഇതെല്ലാം കൂടി നമ്മൾ മിക്സ് ചെയ്തിട്ട് ഈ അരപ്പിലേക്ക് വേവിച്ചിട്ട് അതിലേക്കൊരു ഇത് ചെയ്യണ്ട. ഇത് നമ്മൾ ആവറേജ് അനുസരിച്ച് ഹാഫ് ഇതിൽ വേവണ അനുസരിച്ച് ഇത് ചെയ്യുന്ന നല്ല ടേസ്റ്റി വിഭവമാണ്. ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ കഴിയാവുന്ന ഒരു വിഭവമാണ്. അപ്പോൾ നമ്മളെ ചാനൽ നിങ്ങളൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണ് നമുക്ക് നല്ലൊരു ഇതിലേക്ക് നിങ്ങളിലേക്ക് നല്ല നല്ല കണ്ടൻറ്റ് എത്തിക്കാൻ കഴിയുള്ളൂ. നമ്മളിപ്പോൾ ട്രാവലിങ് അതിൻ്റെ കൂടെ തന്നെ കുക്കിങ്ങും ഇനി പലതും വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇത് നല്ലോണം വെന്ത് കഴിയുന്ന സമയത്ത് നമ്മൾ വേറൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് കടുക് ഇട്ടണ്ട. കടുക് നമ്മളൊന്ന് ഇട്ട് ശരിക്കും അങ്ങോട്ട് പൊട്ടിക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാധനം ഉണ്ട്. ഇത് മാത്രം വെച്ച് നമുക്കൊരു ചോറ് ഫുഡ് കഴിക്കാം, വെറുതെ കഴിക്കട്ടെ. അതേപോലെ തന്നെ അതെ നമ്മൾ വറ്റൽമുളകൊക്കെ ഇട്ട് നല്ലപോലെ അധികം ഇതായി പോകരുത്, മരിഞ്ഞൊന്നും പോകരുത്. ഒരു ആവറേജിലിട്ട് ഒന്ന് താളിച്ച് കഴിഞ്ഞ് ഒരു കണ്ടൻറ്റ് എത്തിക്കഴിയുമ്പോൾ നമ്മൾ അത് നേരെ എടുത്ത് ഈ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ കറിയിലേക്ക് നമ്മൾ താളിച്ച് ചേർക്കുകയും കേട്ടോ. എല്ലാം നല്ല ചേർത്ത് കഴിയുമ്പോൾ തന്നെ നല്ല ഒന്നാന്തരം ഒരു മണം വരും. ആ മണം കേൾക്കുമ്പോൾ തന്നെ നമ്മളിത് കഴിച്ചു പോകും. അത് വെറുതെ കഴിക്കണ്ട, അത്ര നല്ല കറിയാണത്. സാധാ കറികളെ കൂട്ട് ചോറിനൊന്നും കണ്ടൻറ്റ് ചേർക്കണ്ട, ഇത് അല്ലാണ്ട് തന്നെ ചേർത്ത് കഴിക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഗോൾഡൻ കളറാക്കാൻ വെച്ചിരുന്ന തേങ്ങാപ്പീര ഉണ്ടല്ലോ, അത് ഇതിൻ്റെ മുകളിലേക്ക് വിതറുക. ലാസ്റ്റ് എൻഡിങ് ആണത്. ആ വിതറി കഴിയുമ്പോൾ തന്നെ ഇതിൻ്റെ ടേസ്റ്റും ആ മണവും ഒക്കെ കൂടി നമ്മുടെ മൂക്കിലേക്ക് ഇങ്ങനെ തള്ളുമ്പോൾ തന്നെ നമ്മൾ ഇത് കഴിച്ചു പോകും. ഞാൻ അപ്പം തന്നെ ഒരെണ്ണം എടുത്ത് കഴിച്ചു. അത്ര നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വെജിറ്റബിൾ വിഭവം ഉണ്ടത്, മത്തങ്ങരിശ്ശേരി. ഇത് കൂട്ടി കഴിഞ്ഞാൽ ഉണ്ടല്ലോ സൂപ്പറാണ്. അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ പ്രോത്സാഹിപ്പിക്കുക. നമ്മൾ നല്ല കണ്ടൻറ്റ് ഫുഡ് ആയാലും ട്രാവലിംഗ് ആയാലും ഈ സജഷൻസൊക്കെ പറഞ്ഞ് നിങ്ങൾ നമ്മുടെ കൂടെ കൂടി നമ്മളുടെ കൂടെ സഞ്ചാരവും നമ്മുടെ കൂടെ ഫുഡിങ്ങും ഒക്കെ ആയിട്ട് ആയിക്കഴിഞ്ഞാൽ തന്നെയാണ് നമ്മൾക്ക് നിങ്ങളിലേക്ക് നല്ല നല്ല കണ്ടൻറ്റ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കണ്ടൻറ്റ് എത്തിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്തായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനലിൽ എല്ലാവർക്കും ഫോളോ അപ്പ് ചെയ്യാനായിട്ടുള്ള അവസരം കൊടുക്കുക. അതേപോലെ തന്നെ എല്ലാവർക്കും ഷെയർ ചെയ്യുക, മറ്റുള്ളവരുടെ ഇതിലേക്ക് വരാനായിട്ട് പറയുക. പുതിയൊരു ചാനലാണ്, അപ്പോൾ നിങ്ങൾ അതിന് വേണ്ടി. അപ്പോൾ നമ്മുടെ ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ ബെൽ ബട്ടൺ അമർത്തുക, അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഹാവ് എ നൈസ് ഡേ. എല്ലാവരും ദൈവം